السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 14 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അതിൽ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അതിൻ്റെ ഓരോന്നും വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു കഴിഞ്ഞു. അഥവാ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പ് ഒരു നുത്ഫയിൽ തുടങ്ങി ഒരു പൂർണ്ണ മനുഷ്യനായി തീരുന്നത് വരേക്കുമുള്ള ഘട്ടങ്ങൾ. അതിനുശേഷം മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചും അത് കഴിഞ്ഞതിന് ശേഷമുള്ള പരലോക ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളാണ് ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ثم إنكم بعد ذلك لميتون. ثم إنكم بعد ذلك لميتون. ثم إنكم يوم القيامة تبعثون. ثم إنكم يوم القيامة تبعثون. ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين. ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين. وأنزلنا من السماء ماء بقدر فأسكناه في الأرض. وأنزلنا من السماء ماء بقدر فأسكناه في الأرض. وإنا على ذهاب به لقادرون. وإنا على ذهاب به لقادرون. ثم إنكم അവിടെ ഇന്നക്കും അവിടെ മീമ് സാക്കിനത്തുണ്ട്. മീമിന് സാക്കിനത്തിന് നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ട് 2 ഹർഫുകൾ, ബാവോ അല്ലെങ്കിൽ മീമോ. മീമു സാക്കിനത്തിൻ്റെ ശേഷം വന്നാലാണ്
അവിടെ ഒന്ന് ഇദ്ഗാം ബിഗുന്ന, രണ്ടിവിടെ ഇന്നക്കും ബഅദ ദാലിക്. അതല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം മീമിന് ഉച്ചരിക്കണം. ഇവിടെ സുമ്മ ഇന്നക്കും ബഅദ ദാലിക എന്ന് പറയാൻ പാടില്ല. സുമ്മ ഇന്നക്കും ബഅദ, അവിടെ ചെറിയ മണിച്ചിട്ടാണ് ഓതേണ്ടത്. ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. മയ്യിത്ത് എന്നുള്ളവിടെ 4-5 അക്ഷരം നീട്ടുന്നു, കുഴപ്പമില്ല. പിന്നെ സുമ്മ ഇന്നക്കും അവിടെ ഉണ്ടോ, സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമ, അവിടെ മീമു സാക്കിനത്ത് എന്ത് ചെയ്യണം? മണിക്കാൻ പാടില്ല. ബാओ മീമോ വന്നാലാണ്. ഇവിടെ മീമു സാക്കിനത്തിന് സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്ത് എന്നല്ല, സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമ. അവിടെ മീം ലഹാർ ഷഫി ശരിക്കും അവിടെ ഉച്ചരിക്കണം. സുമ്മ ഇന്നക്കും, അവിടെ ഇന്നനെ മണിച്ചോദണം മീമിനെ. ثم إنكم يوم القيامة تبعثون. يوم القيامة تبعثون. ولقد خلقنا. ولقد دال سكونان حروف القلقلة. خلقنا അവിടെ ഖാഫിന് സുക്കൂനാണ് ഹുറൂഫുൽ ഖൽഖലൻ. വലഖദ് ഖലഖന ഫൗഖക്കും, അവിടെയും കണ്ടോ മീമു സാക്കിനത്തുണ്ട്. അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാൻ പാടില്ല. ഫൗഖക്കും സബ്അ തറായിഖ. സബ്അ തറായിഖ. തറായിഖാണ്. റാക്ക് ശേഷം അലിഫ് വന്നു, മദ്ദക്ഷരാണ്. അതിനുശേഷം പിന്നീട് ഹംസ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 5-6 ഖദർ നീട്ടണം. സബ്അ തറായിഖ. സബ്അ തറായിഖ എന്ന് മാത്രം അതേപോലെ തറായിഖ നീട്ടി ഓതണം. وما كنا عن الخلق غافلين. عن الخلق غافلين. عافلين അല്ല, غافلين. അതേപോലെ തന്നെ وأنزلنا من السماء. وأنزلنا നൂന് സാക്കിനത്തിന് അവിടെ ഇൽഹാർ ചെയ്യാൻ പാടില്ല, മണിക്കണം. وأنزلنا. أنزلنا എന്നല്ല, وأنزلنا من السماء ماء. സമാഇൻ്റെ അവിടെയും മാഇൻ്റെ അവിടെ നിർത്തണം. പിന്നെ മാ അം ബി ഖദരിൻ, അവിടെ മാ അൻ എന്ന തൻവീനുണ്ട്. ആ തൻവീന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ തൻവീനെ മീമാക്കി മറിക്കണം. അപ്പം മാ അൻ ബി ഖദരിൻ എന്നല്ല, മാ അം ബി ഖദരിൻ. മാ അം ബി ഖദരിൻ, അവിടെ തൻവീന് പിന്നെ ദാർ ചെയ്യാൻ പാടില്ല. قدر فأسكناه في الأرض. فأسكناه, അവിടെ നൂന് ശദ്ദുണ്ട്, മണിക്കണം. فأسكناه في الأرض നിർത്തുമ്പോൾ അർദ് എന്ന് നിർത്തുക. وإنا على ذهاب به, അവിടെ ذهابിൻ എന്ന തൻവീനുണ്ട്, പക്ഷേ ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നൂനെ മീമാക്കണം. على ذهاب به لقادرون. അപ്പം ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം ഇതാണ്. ثم إنكم بعد ذلك لميتون. പിന്നീട് ثم إنكم, പിന്നീട് നിങ്ങൾ. അവിടൊക്കെ ഈ ഇന്നക്കും എന്ന് പറഞ്ഞ മുഖാത്തബത്തൊക്കെ പുരുഷന്മാരോടുള്ളതാണ്. ഇന്നക്കും, പെണ്ണുങ്ങളാണെങ്കിൽ ഇന്നക്കുന്ന ഇന്നഹുന്ന എന്നൊക്കെയാണ് പറയുക. പക്ഷെ അവിടെ പുരുഷന്മാർക്ക് മാത്രമല്ല മരിക്കുക. സാധാരണ ആയിക്കൊണ്ട് ആണിനും പെണ്ണിനും ബാധകമായ ഒരു നിയമം ഒന്നിച്ച് പറയുമ്പോൾ ആണിനാണ് എന്ത് ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്തിക്കുക. അതുകൊണ്ട് വലിയ റിജാൽ അലൈഹിന്ന ദറജ അള്ളാഹു പറഞ്ഞില്ലേ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ എന്തുണ്ട്? ഒരു ദറജ ഉണ്ട്. റിജാൽ ഖവ്വാമൂന അലന്നിസ. അപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് വരുന്ന ഹുക്കുമാണെങ്കിൽ അതിന് ആണുങ്ങളെ പറ്റിയാൽ പറയാം, അത് പെണ്ണുങ്ങൾക്കും ബാധകമാണ്. അതല്ലാത്ത സ്ഥലങ്ങൾ വേറെ വേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സുമ്മ ഇന്നക്കും ബഅദ ദാലിക. ബഅദ ദാലിക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിപ്പ് ഓരോ ഘട്ടങ്ങളായിക്കൊണ്ട് വന്നു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൃഷ്ടിയായി എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് പൂർത്തിയാകുക. അതെപ്പോഴാകുക? 4 മാസം ആകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഹുക്കും വരിക. അപ്പം ആ മനുഷ്യൻ്റെ ഹുക്കും വന്നതിന് ശേഷം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അത് മയ്യത്തിൻ്റെ ഹുക്കുമുണ്ടാവും. അത് സുമ്മ ഇന്നക്കും ബഅദ ദാലിക്.
ഈ ബഅദാലിക എന്ന് പറഞ്ഞാൽ ഈ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് പറഞ്ഞില്ലേ, ഈ ഖൽഖൻ ആഖറിൻ്റെ ശേഷം മയ്യിത്തായാൽ എന്തിൻ്റെ ഹുക്കുമുണ്ടാവും? ഒരു മനുഷ്യൻ മരിച്ച ഹുക്കുമുണ്ടാവും. അതിന് മുമ്പാണെങ്കിൽ മയ്യത്തിൻ്റെ ഹുക്കുമുണ്ടാവില്ല. അതായത് ഒരു മനുഷ്യൻ മരിച്ച് വിശ്വാസി മരിച്ച മയ്യത്തിൻ്റെ ഹുക്കുമ് അവന് വരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ 4 മാസം ആ ഭ്രൂണത്തിന് എന്ത് ചെയ്യണം? പ്രായമുണ്ടാവണം. സുമ്മ ഇന്നക്കും ബഅദ ദാലിക് എന്ന് പറഞ്ഞാൽ ആ ബഅദ ദാലിക് ഏതാണ്? അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് പറയുന്നത് ആ 4 മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന് ശേഷം നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്നു? മയ്യത്താക്കുന്നു. അപ്പോൾ ഏത് റൂഹുള്ള അല്ലെങ്കിൽ ആത്മാവുള്ള ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മയ്യത്താവും. മയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ പോകുന്ന അല്ലെങ്കിൽ റൂഹ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പിരിയുന്ന അവസ്ഥക്കാണെന്ന് പറയുക മയ്യത്താകുന്ന അവസ്ഥ എന്ന് പറയാം. അപ്പോൾ ഏതൊരു മനുഷ്യരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ അത് പറഞ്ഞു ഇന്നക മയ്യത്തുൻ. ജീവിച്ചിരിക്കുന്ന നബിയോട് പറഞ്ഞു നീ മയ്യത്താണ് എന്ന് പറഞ്ഞതാ. അപ്പം നബി മയ്യത്തായിട്ട് ജീവിച്ച ആളാണ്? നഊദുബില്ലാ, അങ്ങനല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരിക്കും. അതുകൊണ്ട് ലൗകാന ദുനിയ തദൂമു ലി അഹ്ലിഹ ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദ. ദുനിയാവിൽ ആർക്കെങ്കിലും ജീവിതം ഈ ദുനിയാവിൽ കാലാകാലം ഉണ്ടായിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അതിന് അവകാശപ്പെട്ടത് കൂടുതൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊന്നും മരിച്ചാലും വലിയ കുഴപ്പമില്ല, പക്ഷെ റസൂൽ അവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ എന്തൊക്കെ ഹൈറുകൾ ഉണ്ടാവും വിശ്വാസികൾക്ക്, ഉണ്ടാവില്ലേ? ഒക്കെ എന്തുണ്ടെങ്കിലും പ്രവാചകൻ ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടും, പ്രവാചകൻ്റെ വഹി ഉണ്ടാവും. ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഹൈർ പ്രവാചകൻ ജീവിച്ചിരിക്കുന്നതിലുണ്ട്. പക്ഷെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അതാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ദായിഖത്ത് എന്ന് പറഞ്ഞുള്ള പദം ശരിക്കും ദാഖാറിന് എന്താ? ടേസ്റ്റ് വെക്കുക. ദോക്കെന്ന് പറഞ്ഞാൽ രുചി നോക്കണമെന്ന് പറയാം. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും മരണം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓരോ മനുഷ്യനും എന്ത് ചെയ്യും? മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കാഫിറിന് മരണമുണ്ട്, മുനാഫിക്കിന് വേറെ മരണമുണ്ട്, വിശ്വാസികളിൽ തന്നെ തെറ്റ് ചെയ്തവർക്ക് വേറെ മരണം ഉണ്ടാവും, പ്രവാചകന്മാർക്ക് വേറെ മരണം ഉണ്ടാവും. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അവൻ്റെ അമലുകൾക്കനുസരിച്ച് വ്യത്യാസം. അതുകൊണ്ടാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കാരണം ഓരോരുത്തർക്കും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം എനിക്ക് ടേസ്റ്റിൽ ഇപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, നിങ്ങളുടെ ടേസ്റ്റിൽ ഓരോ ടേസ്റ്റ് ഉണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. ഒരു രോഗിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ടേസ്റ്റുള്ള ഓന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ ദൗഖ് വ്യത്യാസമുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വദഖലൽ ജന്ന ഫഖദ് ഫാസ്. അപ്പോൾ മരണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് മരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദം എന്താണ്? യഖീൻ എന്നാണ്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. എന്നാൽ ലോകത്ത് മനുഷ്യന്മാർക്ക് ഖിലാഫില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തുള്ളൂ? മരണമുള്ളൂ. ഇപ്പം ഈ പണ്ഡിതന്മാർക്കിടെ ഇജ്മാ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇജ്മാ ഇല്ല. മനസ്സിലായത്? ഇജ്മാ ഉണ്ടാകും. ഇജ്മാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ശേഷം ഒരു മതപരമായ വിഷയത്തിൽ ലോകത്തുള്ള എല്ലാ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും ഇജ്തിഹാദുള്ള പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായം. അപ്പോൾ അതെങ്ങനെ സംഭവം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ലോകത്തെ അഭിപ്രായ വ്യത്യാസത്തിൽ എല്ലാവരും മുസ്ലിമും കാഫറും ഇബിലീസ് അടക്കം ഇജ്മാ ആയ കാര്യമാണ് എന്ത്? ഇബിലീസ് എന്താ ചോദിച്ചാൽ വന്ദർണിയില്ല യോമി ഉപയോഗമെന്നാണ്. എനിക്ക് എൻ്റെ മരണം നീട്ടിത്തരാനാണ് പറഞ്ഞു. എന്നെ മരിപ്പിക്കരുതെന്നല്ല പറഞ്ഞത്, എൻ്റെ മരണം നീട്ടിത്തരുന്ന ഇബിലീസ്. അപ്പോൾ ഇബിലീസിന് അറിയുന്നത് മരിക്കുന്നു. അപ്പോൾ ഇബിലീസിന് ഒരു തർക്കമില്ലാത്ത കാര്യം മരിക്കുന്നു. അപ്പോൾ മരണത്തെ സംബന്ധിച്ചോ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ യഖീൻ എന്ന പദമാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി മരിക്കുന്ന സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണ് പറഞ്ഞു തന്നിട്ടില്ല. അത് നമുക്ക് ഏറ്റവും വലിയ ഖൈറാണ്. പറഞ്ഞുകൊണ്ട് എന്തൊക്കെയൊരവസ്ഥ. അപ്പം ഞാൻ ഇപ്പം നാളെ മരിക്കുന്നുണ്ട്, ഇന്നിവിടെ ക്ലാസ്സിന് വരില്ലല്ലോ. എൻ്റെ അവസ്ഥ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവസ്ഥക്കാരും എല്ലാവരും ഇങ്ങനെ കണ്ണു കോക്കിക്കും. ആരും എന്തേലും ഉണ്ടോ? എന്തേ ആശ്വസിപ്പിക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്.
സാരമില്ല നാളല്ലേ മരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആരെ ആശ്വസിപ്പിക്കുമോ? എന്ത് പറഞ്ഞിട്ടവൻ ആശ്വസിപ്പിക്കുക? നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു നമുക്ക് നൽകിയൊരു നിഅമത്ത് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ മരണത്തിൻ്റെ സമയം നമുക്ക് അറിയിച്ചു തന്നാൽ ജീവിതത്തിന് ഒരു ആസ്വാദനം ഉണ്ടാവില്ല. ഒരാസ്വാദനം ഉണ്ടാവില്ല മാത്രമല്ല, ദുനിയാവ് മൊത്തത്തിൽ നിശ്ചലമായി പോകും. കാരണം എന്താ വെച്ചാൽ പണിക്കാളെ കിട്ടൂല, വണ്ടി ഓട്ടാൻ ആളെ കിട്ടൂല. എന്തിനാളെ കിട്ടുമോ? കാരണം ഇപ്പം ഇന്ന് ആ ജോലി സ്ഥലത്ത് ഒരാൾ മരിക്കുന്ന ആൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആളെ ജോലിക്ക് പോകും ഇല്ലല്ലോ. ലോകം തന്നെ മനുഷ്യജീവൻ തന്നെ നിശ്ചലമായി പോകും. അതുകൊണ്ട് ഒമാ തദ്രി നഫ്സുൻ ബിഅയ്യി തമൂത്ത്, ഒരു നഫ്സിനും അറിയില്ല എന്നാണ്. പണ്ടിപ്പോൾ ഒരു മുസ്ലിയാർ മറ്റേ കുരുവട്ടൂരികളുടെ ഒരു പിന്നെ ചങ്ങയുണ്ട്. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാന്തപുരം മരിക്കും എപ്പോഴാന്ന് എനിക്കറിയാമെന്നാണ്. മൂപ്പര മരണം തന്നെ മൂപ്പർക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ മരണം മൂപ്പർക്ക് അറിയാം. ആണ് തട്ടിവിട് തന്നെ. അത് റൊമാ തദ്രി നഫ്സുന്നർ, നഫ്സെന്ന് പറഞ്ഞാൽ അവിടെ നഫ്സ് നക്കിറൽ, നക്കിറത്ത് ഫി സിയാഖിൻ നഫി ഉമൂമന, അത് നഫി വന്ന പോലെ മാ തദ്രി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നഫ്സ്, ഒരു നഫ്സിന് റസൂൽ അമ്പിയാക്കന്മാർക്ക് മരിക്കുന്ന സമയം തീരുമാനിക്കുക, അത് അള്ളാഹു അവർക്ക് കൊടുത്തൊരു പിന്നിതാണ്. അതായത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ സമയം അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. പക്ഷെ മരിക്കണം എന്നുള്ള നല്ല തീരുമാനമാണ്, അത് മാറ്റില്ല. പക്ഷെ ഏത് സമയത്ത് മരിക്കണം എന്നതിൽ അമ്പിയാക്കന്മാർക്ക് എന്തുണ്ട്, ഒരു ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ആദ്യം മലക്കുൽ മൗത്ത് വന്ന് മനുഷ്യരൂപത്തിലാണ് വന്ന്. എന്നിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞ റൂഹിനെ പിടിക്കാൻ വന്നാവും. മൂസാ നബിൻ്റെ ഏത് ഒന്നാണ് കൊടുത്ത്. കാരണം അപരിചിതനായ ഒരു മനുഷ്യൻ്റെ കോലത്തിൽ മൂസാ നബിൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് വന്നിട്ട് എന്താ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ വന്നതാണ്. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരാളിങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ ഞങ്ങളെ ശരിയാക്കാൻ വന്ന പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? എന്നാൽ ശരിയാക്കി കുറഞ്ഞിടത്ത് കൗട്ട് വെച്ചെടുക്കോ? നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യും, പ്രതികരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ നല്ല തടിമിടുക്കുള്ളതാണ്. കാരണം ഒന്നാണ് കൊടുത്തപ്പോൾ എന്താ പറയുക, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഇടി പിടിച്ചു കൊടുത്തപ്പോൾ ഒരാൾ മരിച്ചല്ലോ, അത്രയും ശക്തനാണ് മൂസാ നബി. അപ്പം മലക്കുൽ മൗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കണ്ണല്ല, മനുഷ്യരൂപത്തിൽ വന്ന കണ്ണ് പോയി. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ പിന്നെ മലക്കുൽ മൗത്ത് അള്ളാഹിൻ്റെ അടുക്കൽ പരാതി എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരിക്കുന്ന ചോയ്സ് കൊടുത്തിട്ടില്ല, പിന്നെ അള്ളാഹ് കൊടുത്തു. പിന്നെ മലക്കുൽ മൗത്ത് വന്നു. അങ്ങനെ ബൈത്തുൽ മഖ്ദസിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കണത്. അപ്പം അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം റൂഹ് പിടിക്കുന്നതിൽ അള്ളാഹു അവർക്ക് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്ന ആയത്തിറങ്ങിയല്ലോ. ആ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് റബ്ബ് രണ്ട് കാര്യം തിരഞ്ഞെടുക്കാനുള്ള അവസരം തന്നിരിക്കുന്നു. നമുക്ക് ദുനിയാവ് വേണോ ആഖിറം വേണോ? ഞാൻ ആഖിറം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആര് കരഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തിരിക്കുന്നു എന്ന്. റസൂലുള്ളാഹിക്ക് ചോയ്സ് കിട്ടി. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആ ദിവസത്തെ തിരഞ്ഞെടുക്കണം. ഇനി മാത്രമല്ല, മരണത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ നിന്നൊരു മനുഷ്യന് ഓടി അടങ്ങലാൻ സാധിക്കില്ല. ഖുലിൽ മൗത്തല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖിയക്കും, അതെന്തായാലും നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, നമ്മൾക്കും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നമ്മുടെ മയ്യത്ത് കിടത്തി നമ്മുടെ മയ്യത്ത് കാണാൻ ആളുകൾ കൂടുന്നൊരു ദിവസം ഇരിക്കുന്ന എല്ലാവർക്കും വരാണ്ട്. അതിലിപ്പോൾ തർക്കമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ അവിടേക്കോട് ചിന്തിക്കണില്ല. നമ്മൾ മരിക്കുന്നിപ്പോൾ എല്ലാവർക്കും ഉറപ്പാണ്, അതിലിപ്പോൾ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കണില്ല. അതുകൊണ്ട് റസൂൽ പറയും, അക്തിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കണം. നിസ്കാരത്തിൽ വരെ ഓർക്കണം എന്ന് നബി പറഞ്ഞു. നിസ്കാരത്തിൽ വരെ ഓർക്കണം, മരിക്കുന്നതിനെ കുറിച്ച് നിസ്കാരത്തിൽ വരെ ഓർക്കണം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഒരാളോട്, പിന്നെ സൊല്ലി സലാത്ത് മുവദ്ദിഇൻ, നീ വിടവാങ്ങിപ്പോകുന്നവൻ്റെ നിസ്കാരം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരം കഴിഞ്ഞാൽ മരിക്കാൻ പോവാണ്. അപ്പം ആ നിസ്കാരത്തിൽ പോലും മരണത്തെ ഓർക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
പക്ഷെ നമ്മുടെ പല ആളുകളുടെയും ഇപ്പം ജീവിതമൊക്കെ കണ്ട് പിന്നെ കണ്ടാൽ എന്താ തോന്നുക വെച്ചാൽ പിന്നെ കാലാകാലം ഇവിടെ ജീവിക്കുന്ന രീതിയിലാണ് പല ആളുകളുടെയൊക്കെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് മരിക്കുന്ന പിന്നെ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മരിക്കാം, ഏത് സമയത്തും മരിക്കാമല്ലോ. ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റ് ഓട്ടിക്കൊണ്ടിരിക്കുന്ന പൈലറ്റ് മരിച്ചിട്ടുണ്ട്, ആലോചിച്ച് നോക്കണം. ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും ഏത് സന്ദർഭത്തിലും എപ്പോഴും വരാവുന്ന ഒന്നാണ് മരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടില്ല, മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മുസ്ലിങ്ങളായിക്കൊണ്ട് ജീവിക്കണം. കാര്യം ഏത് സമയത്തും മരിക്കാം. മരണത്തിൻ്റെ ഒരു സാമ്പിളാണ് ശരിക്കും ഉറക്കം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ ചെല്ലുക? ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു അഹ്യ എന്ന്. ബിസ്മിക അല്ലാഹുമ്മ അനാമു എന്നല്ല, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറങ്ങുന്നു എന്നല്ല, ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ മരിക്കുന്നു എന്നാ. ഇനി ഉറങ്ങി എണീക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കണ്ട്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതനാ വഇലൈഹിൻ നുശൂർ. ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹു നിനക്ക് സ്തുതി. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്നഹും അഖുൽ മൗത്ത്, ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ്. ഇതൊക്കെ ശരിക്കും മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്, മരിക്കും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ തെളിവുകൾ. ഇപ്പോൾ സൂറത്ത് ബഖറയിൽ 5 സംഭവങ്ങൾ അള്ളാഹ് കൊടുക്കുന്നുണ്ട്. സൂറത്ത് ബഖറയിൽ മാത്രം 5 തരം ആളുകളെ മരിപ്പിക്കുകയും അതിനുശേഷം ജീവിപ്പിക്കുകയും ചെയ്ത സംഭവം 5 വിശദീകരിച്ചു. ഞാൻ മുമ്പത് വിശദീകരിച്ചുകൊണ്ട് അതിലേക്ക് കിടക്കണില്ല. അപ്പോൾ അതാണ് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ. നമ്മളെല്ലാവരും മരിക്കുന്നവരാണ്. മരണത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യന് വെപ്രാളുണ്ടാവും. പക്ഷേ ഈ മരിക്കുന്ന സന്ദർഭത്തിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വിശ്വാസികളായ ആളുകളാണെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും. തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെയും അബിശിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. അതേസമയത്ത് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലാത്ത മനുഷ്യനാണെങ്കിൽ എന്തു പറയും? പടച്ചോനെ ഒരു കുറച്ചും കൂടി ഒന്നുകൂടി നീട്ടിക്കൊണ്ടെന്ന് പറയും. പറഞ്ഞെന്ന് വെച്ചാൽ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് അവന് ഖേദമുണ്ടാവും. സൂറത്ത് മുനാഫിഖുൻ എന്ന് പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്നും ആയുസ്സിൽ നിന്നും ആരോഗ്യത്തിൽ നിന്നും എന്തിൽ നിന്നും നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. മിൻ ഖബൽ, എന്തിൻ്റെ മുമ്പ്? അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം എത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോളി. ഫയഖൂല, ആ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മരണം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഫയഖൂല റബ്ബി, എൻ്റെ റബ്ബേ. അവിടെ അന്നല്ലാത്തവരൊന്നും ആരും വിളിക്കൂല കേട്ടോ. ലൗല അഖർതനി, പടച്ചോനെ നീ എന്നെ കുറച്ചുകൂടി ഒന്ന് വൈകിപ്പിക്കണം. എനിക്കൊരു കൊല്ലം കൊണ്ടാന്നല്ല, ഒരു മാസം കൊണ്ടാന്നല്ല, ഒരാഴ്ച കൊണ്ടാന്നല്ല, ഇല അജനിൻ ഖരീബ്, കുറച്ചും കൂടി സമയം. അപ്പോൾ എന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുന്നൊരു മനുഷ്യൻ അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ പടച്ചോനോട് ചോദിക്കുന്ന, പടച്ചോ എനിക്ക് കുറച്ചുകൂടി സമയം നീട്ടിക്കൊണ്ട. ഈ സമയം നീട്ടിക്കൊണ്ടാൽ തന്നെ അറിയോ, എൻ്റെ 2 കുട്ടികളെയും കൂടി കെട്ടിക്കാണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഒന്നുണ്ട് ഉഷാറാക്കാണ്ട്, ഇതൊന്നുമല്ല. ദുനിയാവിൻ്റെ ഒരു കാര്യം മനുഷ്യൻ ചിന്തിക്കൂല. ഫഅസ്സദ്ദഖ, ഞാൻ ഒരുപാട് സദഖ കൊടുക്കാൻ ബാക്കി വെച്ചിനി, ദീനിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ അങ്ങനെ പിശുക്കി കുത്തിരിക്കുന്നു. ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ നല്ല സാലിഹീങ്ങളിൽ പെടാൻ പടച്ചോനി കുറച്ചുകൂടി സമയം കൊണ്ടാന്നാ. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. കാരണം നന്മകൾ ചെയ്യാൻ നമുക്ക് അറബിയിലുണ്ട് തസ്വീഫ് എന്ന് പറയാം. തസ്വീഫ് എന്ന് പറഞ്ഞാൽ സോഫ, അത് പിന്നാക്ക. അപ്പം ഇന്നിപ്പോൾ അത് നാളാക്കുക.
എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ലോട്ടറി അടിക്കണുള്ളൂ, നാളെ എന്ന് പറഞ്ഞാൽ സാധനം സോഫ ഒക്കെ പിന്നീട്. പക്ഷേ ഈ പിന്നീട് എന്ന് പറഞ്ഞ് പോയി അവസാനം മരിക്കാൻ എത്തുമ്പോൾ ഒരു പിന്നീട് ഉണ്ടാവില്ല. മരിക്കാൻ എത്ര സമയത്തൊരു പിന്നീട് ഇല്ല. അജരി നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ല പറയണം, ആ മനുഷ്യൻ ചോദിക്കണം വെച്ചാൽ ഒരു ദൈർഘ്യമേറിയ അവധിയും മനുഷ്യൻ ചോദിക്കണില്ല. ഇല്ല അജരിൻ കുറച്ച് സമയം മതി. ആ കുറച്ച് സമയം കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന മുഴുവൻ സ്വതക്കകളും ഞാൻ ചെയ്ത് വാക്കുമിന സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെടുന്ന. അപ്പം ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യന് ദുനിയാവിനെ പറ്റി ചിന്തനല്ല, കുട്ടികളെ പറ്റി ചിന്തല്ല, മക്കളെ പറ്റി ചിന്തല്ല, സമ്പത്തിനെ പറ്റി ചിന്തല്ല, ബിസിനസ്സിനെ പറ്റി ചിന്തല്ല, ഒന്നും ചിന്തിക്കാൻ നേരല്ല. അവൻ്റെ നന്മകളെക്കുറിച്ച് മാത്രമാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്ന ഫാക്കുമിന സ്വാലിഹീൻ. പക്ഷെ അള്ളാഹ് പറയുന്നത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. പക്ഷെ അത് അള്ളാഹ്ക്ക് ആ സുന്നത്ത് ദുനിയാവിലില്ല. ഒരു നഫ്സിന് അജലെത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ പിന്തിക്കണ അവസ്ഥയല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് നമ്മുടെ അജലെത്തുക നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ കിട്ടിയ സമയം നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക, ദീൻ്റെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ ശരിക്കും ദുനിയാവിൻ്റെ ഇപ്പം നമ്മൾ ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് എങ്ങനെ വരിക? തുണി നുറുക്കാതെ തന്നെ വരിക. പക്ഷേ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഔറത്ത് മറക്കാനുള്ള തുണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിപ്പോൾ തുണി ഈ ഡ്രസ്സൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ഔറത്ത് മറക്കാൻ മാത്രമാണോ? ഔറത്ത് മറക്കാറ് മുണ്ടും പോരെ. നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സീനത്തും കൂടി ഉണ്ട്, അലങ്കാരം കൂടി ഉണ്ട്. പക്ഷെ മരിച്ചു പോകുമ്പോൾ ഒരു അലങ്കാരം നമ്മൾ സ്വീകരിക്കില്ല. കാരണം ഏറ്റവും പൈസ കുറഞ്ഞ ലോക്കൽ കഫൻ തുണി നമ്മളൊക്കെ എല്ലാവർക്കും ഏറ്റവും മുന്തിയ പൈസ ഒന്നും നമുക്ക് വേണ്ടി ആർക്കും എന്ത് ചെയ്യൂല, എടുക്കില്ല. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കി, മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ ഇത് നമ്മൾ സാധിക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ക്ലാസ്സിലൊക്കെ എല്ലാവരും കേട്ടല്ലോ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ദുനിയാവിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വല്ലതും വയറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പുറത്താക്കിയിട്ട് നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുക. എന്നാൽ അതുകൂടി കൊണ്ടുപോകാനേക്കൂല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഒരു ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് പോലും കബർക്കെത്തൂല. എത്തോ? അതും കൂടി വയറ് നെക്കി പീഞ്ഞ് അതും കൂടി ഇങ്ങോട്ട് പുറത്തിറക്കിയിട്ടാണ് മയ്യത്ത് കുളിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ഇപ്പം എന്താ ഇപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ളത്? ഒരു ഡ്രസ്സ് കൊണ്ടുപോകില്ല, ഇനി മോതിരോ വള ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്ത് കാലത്തൊക്കെ കഴിച്ച് ഒന്നും കൊണ്ടുപോകില്ല. അപ്പം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ അജലെത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ഒരു മനുഷ്യൻ്റെ അജലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് പിന്തിക്കില്ല. അത് അള്ളാഹിൻ്റെ സുന്നത്താണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവിൽ കോടാനുകൂടി പൈസ അവനുണ്ടെങ്കിലും അവൻ്റെ മരണത്തോടു കൂടി അത് മുഴുവൻ അതിൻ്റെ അവകാശികൾ മാറിയല്ലോ. അവൻ്റെ കാറ് അവൻ്റെതല്ലാതായി, അവൻ്റെ ഭാര്യ ഇദ്ദ കഴിഞ്ഞാൽ അവൻ്റെതല്ലാതായി, അവൻ്റെ മക്കൾ യതീമായി, അല്ലെങ്കിൽ എല്ലാം പേരിനെ മാറിയില്ലേ. ഇന്നൊക്കെ മയ്യത്തെന്നല്ല പറഞ്ഞത്, നിങ്ങൾ മയ്യത്താവുന്നു. കാരണം മുഹമ്മദാക്ക് പിന്നെ മയ്യത്തായി. എപ്പോഴാണ് മയ്യത്തെടുക്കുക? മയ്യത്ത് നിസ്കാരം എന്ന് എഴുതിക്കുക. അല്ല മുഹമ്മദാക്കാൻ്റെ പേര് നിസ്കാരം എന്ന് ആരും എഴുതിക്കലില്ലല്ലോ. അബ്ദുൽ ഖാദറിൻ്റെ നിസ്കാരം ആരും, മയ്യത്ത് നിസ്കാരം. മയ്യത്ത് എപ്പോഴെടുക്കുക, മയ്യത്തെടുത്തോ, മയ്യത്ത് കൊണ്ടുപോകണം, മയ്യത്ത് മറമാടി, എല്ലാവരുടെ പേരും ഒന്നായി. അപ്പം നിങ്ങൾ ആലോചിക്ക്, മരണത്തിൽ എല്ലാ മനുഷ്യന്മാരും തുല്യരാണ്. പണക്കാരന് മയ്യത്തിന് കട്ടി കൂടില്ല, മയ്യത്തന്നുള്ളൂ. പാവപ്പെട്ടവനും ആ മയ്യത്തന്നുള്ളൂ. ആണായാലും മയ്യത്തന്നെ, പെണ്ണായാലും മയ്യത്തന്നെ, എല്ലാവരും സമന്മാരാണ്. മയ്യത്തിൻ്റെ മരിക്കുന്നിടത്ത് എല്ലാവരും സമന്മാരാണ്. അപ്പോൾ ഇതാണ് സുമ്മ ഇന്നക്കും ബാധതാലിക്കല മയ്യത്ത്. നിങ്ങൾക്ക് ശേഷം നിങ്ങളൊക്കെ മയ്യത്തുകളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, നമ്മൾ വീണ്ടും ആലോചിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്നാണ് ഇപ്പം നമ്മളെ മയ്യത്ത് ഈ വീട്ടിൽ നിന്ന് എടുക്കുക എന്നുള്ളപ്പോൾ നമുക്ക് അറിയണ്ടേ ഉള്ളൂ. മനസ്സിലായത്? എന്നാണ് ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഈ മയ്യത്ത് എടുക്കുക എന്നുള്ളത് അറിയേണ്ട കാര്യമുള്ളൂ. എടുക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. പക്ഷെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിന്തിക്കൂല എന്നുള്ളതാണ് കാര്യം. മാത്രമല്ല
അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഈ ദുനിയാവിൽ ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങാത്ത ഏതൊരു മനുഷ്യനാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖേദിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ദുനിയാവിലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ പിന്നെ സൂറത്തു മുഅ്മിനിൽ തന്നെ പറയാം, സൂറത്തു മുഅ്മിനിൻ്റെ 99-100 ആയത്തിൽ കാണാം, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള മുഴുവൻ നന്മകളും പടച്ചവനെ ഞാൻ ചെയ്തോളാം. പക്ഷേ കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ. ഇനി ഒരു മനുഷ്യൻ്റെ ഖേദം തുടങ്ങാൻ അള്ളാഹുവിന് വേണ്ടി ദുനിയാവിലൊന്നും ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യനെ പറ്റി അല്ല പറയാണ്, മരണത്തോടുകൊണ്ട് ഖേദം തുടങ്ങണം. മരിക്കുമ്പോൾ അവന് സന്തോഷ വാർത്ത ഉണ്ടാവില്ല. ഇനി ഖബറിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ എന്താ അവൻ ചോദിക്കുക എന്ന് പറയാം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വൈദാ കാനത്ത് ഗൈറ സാലിഹത്തിൻ, സാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ കാലത്തിൽ അഹ്ലിയ, അത് മയ്യത്ത് കൊണ്ടുപോകുന്ന ആളുകളുടെ ആ മയ്യത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യാ വൈലഹ ഐന യദ്ഹബൂന ബിഹ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകണത് എന്നാ മരിച്ച മയ്യത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് പിന്നീട് അവിടെ നിന്നുണ്ട് ഖബറിലാണെങ്കിലും ബർസഖിലാണെങ്കിലും പരലോകത്താണെങ്കിലും അതുപോലെ തന്നെ ഹിസാബിൻ്റെ അവസ്ഥയിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഖേദത്തിൻ്റെ നെടും കയത്തിലായിരിക്കും മനുഷ്യനുണ്ടാവും. അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മരണത്തിന് മുമ്പ് നിങ്ങൾ ആരോഗ്യം ദീനു വേണ്ടി ചിലവഴിക്കണം, സമ്പത്ത് ചിലവഴിക്കണം, ഒഴിവ് സമയം ചിലവഴിക്കണം, എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഒരുക്കി വെക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തുൻ. ഇനി മയ്യത്ത് ആയിട്ടാണ് കഴിഞ്ഞു പോകാൻ തിരക്കിടില്ല. അപ്പം പരലോകത്ത് വെച്ചുകൊണ്ട് കാഫിര്യങ്ങളായ ആളുകൾ വിലപിക്കുന്നു, യാ ലൈതനി കുന്തു തുറാബാൻ. കാരണം വിശ്വാസികളായ ആളുകളും സത്യനിഷേധികളായ ആളുകളും മശ്ശറിൽ നിൽക്കും, അവർക്ക് പ്രതിഫലം കള്ള കൊടുക്കും. അവിടെ ജീവജാലങ്ങളുണ്ടാവും, നാൽക്കാലികളുണ്ടാവും. ആ നാൽക്കാലികൾക്കിടയിൽ വല്ല പ്രശ്നങ്ങളും, കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിന് കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ കൊമ്പില്ലാത്ത ആടിനുള്ള കൊമ്പ് കൊടുത്ത് ഈ കൊമ്പുള്ള ആടിനെ കുത്തിപ്പിച്ച് കിസാസ് നടത്തും പരലോകത്ത്. എന്നിട്ട് രണ്ടാളുകൂടെ അല്ല പറയുന്നത് മണ്ണായിക്കടയും. കാരണം അവർക്ക് സംബന്ധിച്ചിടത്തോളം പരലോകം സ്വർഗം നരകമൊന്നുമില്ല. കാരണം അവരൊക്കെ അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നതാണ്. പക്ഷേ ചെറിയ ദുൽമ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രതിക്രിയ നടത്തപ്പെടും. അപ്പം ഇത് കാണുമ്പോൾ കാഫിർ പറയാണ്, യാ ലൈതനി കുന്തു തുറാബ, ഞാനൊരു മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ മനുഷ്യന്മാർക്ക് മണ്ണാകാൻ കഴിയില്ലല്ലോ. എന്നിട്ട് അപ്പം അതിനുശേഷം സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅഥൂൻ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് പുനരുജ്ജീവനുണ്ട്. അപ്പം മരിച്ചതിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള സമയമാണ് ശരിക്ക് ബർസഖ് എന്ന് പറഞ്ഞു. ഒരാളുടെ പരലോകം എപ്പോഴാണ് തുടങ്ങുക? ഒരാളുടെ പരലോകം എപ്പോഴാണ് തുടങ്ങുക? മരണത്തോടുകൂടി തുടങ്ങും. ഒമൻ മാത ഫഖദ് ഖാമത് ഖിയാമത്തു, ഒരാൾ മരിച്ചാൽ അവന് ഖിയാമത്ത് കഴിഞ്ഞു. ഇന്ന് മരിച്ച് ഇന്ന് മറമാടപ്പെട്ടവൻ്റെ ഖിയാമത്ത് നാൾ എന്ത് ചെയ്ത് അവൻ്റെ ഖിയാമത്ത് നാൾ. ഈ ലോകത്തിൻ്റെ ഖിയാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൗമുൽ ഖിയാമ കൂടെ ഉദ്ദേശിക്കുന്നത് ലോകം അവസാനിക്കുന്ന ഖിയാമത്ത് നാളുണ്ടല്ലോ, അതിനുശേഷമാണ് തുബഅഥൂൻ, നിങ്ങൾ എന്ത് ചെയ്യുക? പുനരുജ്ജീവിപ്പിക്കട്ടെ. അപ്പം ഈ ആയത്തിൽ നിന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പം സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബഅഥൂൻ, ഒരു മനുഷ്യൻ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിൽ നിന്ന് എപ്പോഴാണ് പിന്നെ ആൾ പുറത്തു വരിക? ഖിയാമത്ത് നാൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ഇങ്ങനെ നീച്ച് കൊടുക്കണ്ട് ഇവിടെ. അപ്പം ഇവിടെ നിലമ്പൂർ വരുന്നുണ്ട്, അമേരിക്കയിൽ വരുന്നുണ്ട്, ഇവിടെ മൊയ്തീൻ ശൈഖ് ഹാദറാകുന്നുണ്ട്. അതെന്താ പറഞ്ഞ് സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബഅഥൂൻ, ഖിയാമത്ത് നാളിൽ നിന്നാണ് മനുഷ്യൻ ഖബറിന്ന് പുറത്തേക്ക് വരിക. അപ്പം അതിൻ്റെ മുമ്പ് ഖബറിന്ന് എന്ത് ചെയ്യൂല? പുറത്തേക്ക് വരില്ല. അപ്പം പിന്നെ ഇവിടെ ഖുതുബീത്ത് കഴിച്ച മൊയ്തീൻ ശൈഖ് വരുന്നെന്ന് പറഞ്ഞാലോ അത് ഈ ആയത്തിനെതിരാണ്. അങ്ങനെ വിശ്വാസം തന്നെ ഇല്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗലിദ് സദസ്സിൽ വരും. ഇപ്പോൾ സമസ്തൻ്റെ കുണിയുള്ള സമ്മേളനത്തിൽ എല്ലാവരും വന്നീനല്ലോ, റബിയും ബദരീങ്ങളും ഓദീങ്ങളും എല്ലാവരും കൂടി വന്നീനല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ ഈ ആയത്തിനെതിരാണ്. സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബഅഥൂൻ, ഖിയാമത്ത് നാളിലാണ് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുക.
അപ്പോൾ ആ ഖിയാമത്ത് നാൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശ്വാസികളായ ആളുകളുണ്ടാവും, കാഫിര്യങ്ങളുണ്ടാവും. എല്ലാവരും അവിടെ അമലുകൾക്കനുസരിച്ച് കൊണ്ടായിരിക്കും. ചില ആളുകൾ അന്ധന്മാരായിരിക്കും, നഊദുബില്ല. വിശ്വാസികളായ ആളുകൾ അവർക്ക് വാഹനങ്ങളുണ്ടാവും പരലോകത്തേക്ക് പോകാൻ. അവിശ്വാസികളായ ആളുകൾ ചെറിയ ചെറിയ കിബറന്മാരെ ചെറിയ ചെറിയ ഉറുമ്പിൻ്റെ വലുപ്പത്തിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പല രൂപത്തിലും. അതുപോലെ തന്നെ സൂറത്ത് താഹ വിശദീകരിച്ചുമ്പോൾ പറഞ്ഞിരുന്നു, പിന്നെ വനസ്വർ മുജിരിമിന് യോമൈനി സുർഖ, നീല നിറത്തിലായിരിക്കും സത്യനിഷേധികളായ ആളുകൾ. അവർ നിറം തന്നെ മാറുന്ന നീല നിറമായിരിക്കും. അങ്ങനെ പല രൂപത്തിലായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാകുക. പക്ഷെ അന്ന് ഖിയാമത്ത് നാളിലാണ് പരലോകത്തേക്ക് വരിക. അപ്പം അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പോലെ തന്നെ മരണാനന്തര ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ മരിക്കും, അതിന് ശേഷം ഒരു ജീവിതം ഉണ്ട്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആർക്കും അത് വിശ്വാസമില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വിശ്വാസമുള്ളൂ. മക്കത്ത് മുശ്രിക്ക് പോലും അംഗീകരിച്ചതാണ്. പക്ഷെ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനവും അതിൻ്റെ ഒരു മുന്നൊരുക്കും പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ, നമ്മളൊക്കെ എല്ലാവരും ജീവിതം പരിശോധിച്ചാലും പലപ്പോഴും ഉണ്ടാകണില്ല എന്നുള്ളതാണ്. മരിക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, മരിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ കാര്യത്തിനും തർക്കമില്ല. മരണത്തോടുകൂടി തുടങ്ങുന്നൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ശരിക്കും നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നിൽക്കേണ്ട കാര്യമാണ്. അതാണ് സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബഅത്തുൻ. ഖിയാമത്ത് നാളിലാണ് ശരിക്കും ബഅസ് ഉണ്ടാക്കുക. ബഅസ് എന്ന് പറഞ്ഞാൽ ഖബറിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരികയാണ്. അപ്പം അവിടെ പിന്നെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആ മനുഷ്യന്മാർക്ക് എന്ത് കിട്ടും? റൂഹൻ വേണമല്ലോ, ജീവൻ വേണമല്ലോ. അപ്പം അതുകൊണ്ടാണ് രണ്ടാമത്തെ ആദ്യത്തെ ഉത്തൂതും ഖിയാമത്താണ് സംഭവിക്കും. അതുപോലെ തന്നെ സുമ്മ നഫഖന നഫഖത്തൻ ഉഖറ. അപ്പം രണ്ടാമത്തെ ഊത്തുകൂടി ആ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ എന്തുണ്ടാവും? വീണ്ടും റൂഹിന് നൽകപ്പെടുകയും ആ റൂഹിന് നൽകപ്പെടുമ്പോഴാണ് അവരെന്ത് ചെയ്യുക? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക. അതിനു മുമ്പ് മഴ പെയ്യുന്ന, അപ്പം മഴ പെയ്ത് പിന്നെ ഭൂമിയൊക്കെ എന്താവും? നല്ല സോഫ്റ്റാവും. അപ്പം സോഫ്റ്റ് ആകുമ്പം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യന്മാർ ഏതുപോലെ പിന്നെ അള്ളാഹ് പറയാണ്, പിന്നെ ഒരു മനുഷ്യൻ നമ്മൾ ഈ ചെറിയ വിത്ത് മുളച്ചു വരുമല്ലോ. വിത്ത് പിന്നെ എപ്പോഴാണ് മുളക്കുക വെച്ചാൽ നമ്മളവിടെ വിത്തിട്ടുകാണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ വിത്ത് മുളക്കൂല. വിത്ത് എപ്പോഴാണ് മുളക്കുക? അതിന് വെള്ളം കിട്ടി മണ്ണ് സോഫ്റ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? വിത്ത് മുളക്കുക അല്ലേ? ഒരു വിത്ത് അവിടെ ഇട്ടി അടിച്ചിട്ട് വിത്ത് മുളക്കൂല. നല്ല തരിശായ സ്ഥലത്ത് വിത്ത് കൊണ്ടായിട്ട് വിത്ത് മുളക്കൂല. അതെപ്പോഴും വിത്ത് മുളക്കൊരു ആ മണ്ണിൽ വെള്ളം തട്ടി സോഫ്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ തണ്ട് എന്ത് ചെയ്യുക? പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങുക. ഇതുപോലെ ഖിയാമത്ത് നാൾ സംഭവിച്ച് ലോകം തകർന്ന് തരിപ്പണായി കിടക്കുമ്പോൾ അള്ളാഹ് ഒരു മഴ അയക്കും. ആ മഴ പെയ്യതിന് ശേഷം മനുഷ്യന്മാരെന്ത് ചെയ്യും? ഈ ചെറിയ തൂമ്പുകൾ മുളച്ചു വരുന്ന പോലെ മനുഷ്യന്മാർ ഖബറിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരും. ആദ്യം ഖബറിന്ന് എഴുന്നേറ്റ് വരാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അവ്വലു യുൻശഖു അനിൽ അർദ്, ഭൂമി പിളർത്തിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് വരുമ്പം അള്ളാഹുവിൻ്റെ അർശ് കാണും. ആ അർശിന്മേൽ അർശിൻ്റെ അടുത്ത് ആരുണ്ടാവും? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവും. ആരുണ്ടാവും? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവും. ആ അർശിൻ്റെ കാല് പിടിച്ചിട്ട് മൂസാ നബി നിൽക്കുന്നുണ്ടാവുന്ന. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ ഒന്നാമത്തെ ഇത് പിന്നെ ഊത്തൂതുമ്പോൾ എല്ലാ ഫസമാവാത്തി ആകാശങ്ങൾ വീഴുള്ളവർക്ക് ബോധരഹിതരായി വീഴുന്നല്ലോ. അപ്പം ആ ബോധരഹിതരായി വീഴുന്നതിൽ നിന്ന് ആരൊഴിവാണ്? അള്ളാഹ് കുറച്ച് ആൾക്കാർ ഒഴിവാക്കും. മലക്കുൽ മൗത്ത് പോകൂല, ഇസ്രാഫീൽ പോകൂല, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ പോകൂല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോകൂല. അതിൽ നിന്ന് മൂസാ നബി ഒഴിവാണ്. കാരണം മൂസാ നബി ഒരൊട്ടം ബോധം കെട്ട് വീണിട്ടുണ്ട്. എവിടെ അള്ളാഹിനെ കാണണം എന്ന് പറഞ്ഞല്ലോ. അള്ളാഹിനെ കാണണം. അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അള്ളാഹിനെ കാണുന്നത് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, ആ പർവ്വതത്തേക്ക് നോക്കിക്കോ, ഫൈൻ ഇസ്തഖറ മക്കാന, അതവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഫസൗഫ തറാനി, എനിക്ക് തന്നെ കാണാം. അങ്ങനെ ഫലമ്മ തജല്ല അള്ളാഹു ആ പർവ്വതത്തിന്മേൽ വെളിപ്പെടുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു? പർവ്വതങ്ങളൊക്കെ ആകെ തരിപ്പണായി. വഖറ മൂസ സയഖാൻ,
മൂസാ നബി ബോധം കിട്ടും. ആ ബോധം കെടൽ ഇതിന് പകരമാണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. മൂസാ നബി അവിടെ ഉണ്ടാവും. അങ്ങനെ പ്രവാചകൻ, പിന്നെ എല്ലാവരും എഴുന്നേറ്റ് വരും. എല്ലാവരുടെ കൂടെയും ഒരു സായിഖ് ഉണ്ടാവും, ഷഹീദ് ഉണ്ടാവും. ഒരു സായിഖ് എന്ന ഡ്രൈവർ, ഓനെ പിന്നെ പരലോകത്തേക്ക് നയിക്കുന്ന ഒരാളും ഒരു മലക്കും, അവൻ്റെ കൂടെ സാക്ഷി പറയാൻ വേറൊരു മലക്കുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് ദുനിയാവിൻ്റെ ഈ മഹ്ശറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ തന്നെ യൗമ തുബദ്ദൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്. ഈ ഭൂമിയും ആകാശവും അല്ലാതെയും ആക്കപ്പെടുന്ന ദിവസം. അപ്പോൾ ഇവിടെ തന്നെയാണ് മഹ്ശർ. കാരണം ഇവിടെ തന്നെയാണ്, ഇവിടെ നമ്മൾ അള്ളാഹ് പറഞ്ഞെന്താ, പിന്നെ മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. അപ്പോൾ മരിച്ചതിന് ശേഷം പുറത്തു വരുന്ന ഇവിടെ തന്നെയാണ്, ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. ഈ ഭൂമി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശർ സംവിധാനം. പക്ഷെ അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ മാറും. മലകളും കുന്നുകളൊന്നും ഉണ്ടാവില്ല. അള്ളാഹിനെ സംബന്ധിച്ച് നിരപ്പായി ഇരിക്കും. വഉസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സ്വർഗം ഇങ്ങോട്ട് അടുപ്പിക്കപ്പെടുന്നു. അതായത് പക്ഷെ ഈ ആകാശങ്ങളൊക്കെ വീണിട്ടുണ്ടാവും. അപ്പം ഇനി പ്രപഞ്ചത്തിൻ്റെ ഘടന തന്നെ അതാ യൗമ തുബദ്ദൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്. ഈ ഭൂമിയും ആകാശവും അല്ലാത്ത ആക്കപ്പെടുന്ന അവസ്ഥ മാറും. ഇത് ഈ പറയുന്ന കോലങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹു അങ്ങനെ ഉണ്ടാകാം. അതാണ് വഉസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സ്വർഗം അടുപ്പിക്കപ്പെടുന്നുള്ള പറഞ്ഞു. സ്വർഗം എന്ത് ചെയ്യും? കൊണ്ടുപോകും. വജീഅ യൗമൈദിൻ ബി ജഹന്നമ യൗമൈദിൻ. നരകം കൊണ്ടുവരപ്പെടും. വജീഅ യൗമൈദിൻ ബി ജഹന്നമ. നരകത്തെ കൊണ്ടുവരപ്പെടും. വഉസ്ലിഫത്തുൽ ജന്നത്ത്, സ്വർഗത്തെ അടുപ്പിക്കപ്പെടുന്ന പറഞ്ഞു. മനസ്സിലല്ലേ? അപ്പം അതായിരിക്കും അല്ലാഹു അലമിൻ്റെ വിശദാംശം നമുക്കറിയില്ല. അതായത് സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബ്അസൂൻ. ഖിയാമത്ത് നാൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ചെരുപ്പുണ്ടാവില്ല, അതുപോലെ തന്നെ ഖിത്താൻ കഴിച്ചിട്ടുണ്ടാവില്ല, വസ്ത്രം ഉണ്ടാവില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, നബി ഔറത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ? അപ്പം നബി എന്താ പറഞ്ഞത്? ആയിഷ അത് നോക്കണ സമയമല്ല അവിടെ. അത് ശരിക്കും മനസ്സിലായപ്പോൾ വെച്ചാൽ ഒരു പിന്നെ ഇപ്പം ഭൂമിയാണ് കുലുങ്ങൊട്ടിച്ചോ, നിങ്ങൾ ഭൂമിയാണ് കുലുങ്ങൊട്ടി. ആളുകളുടെ അവസ്ഥ എന്തേക്കാരം? എല്ലാവരും ഇറങ്ങി ഓടൂലേ വീട്ടിൽ നിന്ന്. അപ്പോൾ ഒരു ആൾ മര്യാദയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, നമ്മൾ ആരെങ്കിലും ആ മനുഷ്യൻ്റെ അവറത്ത് നോക്കിക്കോ, നൗദുബില്ല. ആ മനുഷ്യൻ എന്താ അപ്പം ചിന്തിക്കുക? ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കുക. അപ്പം ഇത് ദുനിയാവിലൊരു പേടിൻ്റെ അവസ്ഥയാണ്. ദുനിയാവിലൊരു പേടിൻ്റെ അവസ്ഥയിൽ പോലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അവറത്തേക്ക് എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കൂല. കാരണം ആ ചിന്ത മനുഷ്യനപ്പോൾ അവിടെ വരുന്നില്ല. അപ്പം ദുനിയാവിൻ്റെ പേടിയേക്കാൾ എത്രയോ ഇരട്ടി പേടിയാണ് പരലോകത്തുണ്ടാകുക. അമ്പിയാക്കന്മാർ പോലും പേടിച്ചു പോകണമെന്നാണ്. അമ്പിയാക്കന്മാർ പോലും. അപ്പം നിങ്ങളാലോചിച്ച് എത്ര ഇക്കാര്യം അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയായിരിക്കും ആ ദിവസത്തിൻ്റെ ഭയാനകതയും ആ ദിവസത്തിൻ്റെ ഭീകരത എത്രയൊക്കെ. അപ്പോൾ പിന്നെ അവിടെ തുണി എടുത്തിട്ടുണ്ടോയെന്ന് തന്നെ മനുഷ്യന് നോക്കാൻ നേരം ഉണ്ടാവില്ല. പക്ഷെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അമ്പിയാക്കന്മാർക്കും വിശ്വാസികൾക്കും അള്ളാഹു പ്രകാശത്തിൻ്റെ വസ്ത്രം കൊടുക്കുന്ന ചില ഹദീസിലുണ്ട്. പക്ഷെ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെയാണോ കമാഹറ പിന്നെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്നത് അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. ഉമ്മാൻ്റെ വയറ്റിൽ നിന്നപ്പോൾ ചെരുപ്പില്ല, വസ്ത്രമില്ല, ഖിതാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പരലോകത്തിൽ വരിക എന്ന് പറഞ്ഞാൽ തനിച്ച പ്രകൃതിയിൽ തന്നെ ആയിരിക്കും അള്ളാഹിൻ്റെ മുമ്പിലേക്ക് എത്തുക. പിന്നെ സ്വർഗത്തിലേക്കൊക്കെ പോകുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു വസ്ത്രം കൊടുക്കും. അപ്പം ഇതാണ് മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിൻ്റെ അവസാനം. പിന്നെ ഇതിൽ നിന്ന് വന്നു, പിന്നീട് മരിച്ചു, പിന്നീട് ഖിയാമത്ത് നാളിലേക്ക് എത്തി. ഇത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹ് പറഞ്ഞു. പിന്നെ അള്ളാഹ് പറയേണ്ടത് വെച്ചാൽ, ഇപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ജീവിയാണല്ലോ അല്ലേ? പക്ഷേ ഈ ചെറിയ ജീവിയേക്കാളും വലിയ ഒരു സൃഷ്ടിയാണെന്ത്? ആകാശം എന്ന് പറഞ്ഞാൽ. അതാണല്ലോ പറയുക, വലഖദ് ഖലഖനാ ഫൗകക്കും സബഅത സറായിഖ്. ഈ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പ് തന്നെ ഇത്ര സങ്കീർണമായ വ്യവസ്ഥകളിലൂടെ കടന്നു വന്നിട്ടാണെങ്കിൽ അതിനേക്കാൾ വലിയ സൃഷ്ടിപ്പാണ് നിങ്ങൾക്ക് മുകളിലുള്ള വലഖദ് ഖലഖനാ ഫൗകക്കും സബഅത സറായിഖ്.
അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു ഫൗഖക്കും നിങ്ങൾക്ക് മുകളിലായി സബ്അത റായിഖ 7 വഴികളെ. ഇവിടെ 7 വഴികൾ എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളെ ഉദ്ദേശിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുകളിലാണ് ആകാശം. ഇപ്പം ചില ആൾക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ ചോദിക്കുമ്പോൾ മുകളിൽ എന്ന് പറയാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളെ നേരെ ഇപ്പം നമ്മൾ മുകളിലേക്ക് ഇറങ്ങട്ടല്ലേ. അപ്പം ഇനി അമേരിക്കക്കാർ ചൂണ്ടുമ്പോൾ എടുക്കുക ചൂണ്ടുക ഓലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമി ഉരുണ്ടതാകുമ്പം ഭൂമി ഉരുണ്ടതാകുമ്പോൾ ഓലം കണ്ട ചൂണ്ട കണ്ടല്ലേ തന്നെ അക്കല്ലേ. എന്താ മറുപടി? അതായത് നമ്മളെ സംബന്ധിച്ച് അത് അള്ളാഹു പറഞ്ഞു വലഖദ് ഖലഖ്നാ ഫൗഖക്കും. അള്ളാഹ് എവിടെയാണ്? യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. അവിടെ മുകളിലുള്ള അള്ളാഹുവിനെ പറയപ്പോൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുകൾ എവിടെ? ഇവിടെ അല്ലേ? ഇങ്ങടാ ഇവിടെയല്ലല്ലോ. അമേരിക്കയിൽ നിൽക്കുമ്പോൾ അവരുടെ മുകൾ എവിടെയാണ്? അവിടെ. ഇനി ഇത് രണ്ടും വ്യത്യസ്തമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹീത്തുൽ ആലമീനാണ്. നമ്മളിവിടെ അല്ലേ നിൽക്കണത്, ഇതിനുള്ളിലല്ലേ. ഇതിൻ്റെ ഇപ്പുറത്താണിത്. ഒന്നാമത്തെ ആകാശം, രണ്ടാമത്തെ ആകാശത്തിൻ്റെ ഇതിൻ്റെ പുറത്താണ്, മൂന്നാമത്തെ ആകാശം ഇതിനും പുറത്താണ്. അള്ളാഹുവിൻ്റെ അർശ് ഇതിനൊക്കെ മുകളിൽ അള്ളാഹു ആ അർശിനെയും വലയം ചെയ്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം ഇങ്ങോട്ട് ചൂണ്ടിയാലൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹോട് ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി തന്നെയാണ്. അപ്പം ഇങ്ങോട്ട് ചൂണ്ടിയാലും അർശിനെ താഴെ സുജൂദ് ചെയ്തിട്ട്. അതായത് എല്ലാ ദിവസവും സൂര്യൻ എന്ത് ചെയ്യും? പിന്നെ തസ്ജുദു തഹ്ത അർശിസ്സമ. അവിടെ ഹദീസിൽ തഹ്ത എന്നുള്ള അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ വന്ന് സുജൂദ് ചെയ്യും. എന്നിട്ട് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും. അനുവാദം കിട്ടിയാൽ മുന്നോട്ട് പോകും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവിടെ തഹ്ത എന്നുള്ള തഹ്ത ഇന്തെന്നല്ല. അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെയാണ് ആര് നിൽക്കുന്നത്? സൂര്യൻ താഴെ തന്നെയാണല്ലോ അല്ലേ? എന്താണെണെങ്കിൽ പ്രശ്നമാണ്. എന്ത് അർശിർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുത്ത് ചെന്നിട്ട് സൂര്യന് അനുവാദം ചോദിക്കില്ല. സൂര്യൻ്റെ ഭ്രമണപഥമുള്ളത് തഹ്തൽ അർശാണ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെയാണ്. ആ അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം ചോദിക്കുന്നു, അള്ളാഹ് അനുവാദം കൊടുക്കുന്നു. എന്താർക്കുള്ള ഇതിനോട് പാലക്കാട് പ്രോഫ്കോ എന്നൊരു യുക്തിവാദി എന്ന് ചോദിച്ച് ഞാൻ ആ ഹദീസും കാണിച്ചുകൊണ്ടാറ്. അപ്പോൾ ഇവിടെ തഹ്താന്നോ എന്താണെന്നാണോ? അപ്പോഴാണ് ഓനെ ചിന്തിക്കണേ. അവിടെ തഹ്താന്നാണ്. തഹ്തൽ അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അർശിൻ്റെ താഴെ. നമ്മളൊക്കെ അള്ളാഹിൻ്റെ അർശിൻ്റെ താഴത്ത് നിൽക്കണേ. അള്ളാഹിൻ്റെ അർശാണ് ഏറ്റവും മുകളിൽ. അപ്പോൾ ഇവിടെ ഫൗഖക്കും എന്നുള്ള പറഞ്ഞു, നിങ്ങൾക്ക് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആകാശങ്ങളുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മനുഷ്യന് ചിന്തിച്ചാലും തീരാത്ത അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞത്. ഒഫീസ് സമായി റിസ്ക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ആകാശത്താണ് നിങ്ങളുടെ റിസ്ക് ഉള്ളതെന്നുള്ള. ഒഫീസ് സമായി റിസ്ക്കും ഒമാ തുഅദൂൻ. അപ്പം നമ്മുടെ റിസ്ക് ശരിക്കും ഭൂമിയിലല്ല, നമ്മുടെ റിസ്ക് എവിടെയാണ്? ആകാശത്ത്. ഒഫീസ് സമായി റിസ്ക്കും, നിങ്ങളുടെ റിസ്ക് ആകാശത്താണ്. എങ്ങനെ ആകാശത്തു നിന്ന് ഇങ്ങനെ മഞ്ഞ് സെൽവി ഇറക്കുകയാണ്? അല്ല. കാരണം ഭൂമിയിൽ റിസ്ക് ഉണ്ടാകണമെങ്കിൽ ആകാശത്തിൽ നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടാകണം. ഓഫീസമാ റിസ്ക്കും. ഇനി മാത്രമല്ല, ഇവിടെ റിസ്ക് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണമല്ലോ. വെള്ളം വേണം. ആ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വാൻസല മനസ്സമായി മാൻ. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ പിന്നെ ഭൂമിയിൽ നിന്ന് എന്താ പറയുക, നീരാവിയായി പൊന്തി അത് പിന്നെ ആകാശത്ത് നിന്ന്, അങ്ങനെയാണെങ്കിൽ വേനൽക്കല്ലേ കൂടുതൽ വേണ്ടി? ഏറ്റവും കൂടുതൽ വെള്ളം നീരാവിയാലപ്പോഴാ? വേനൽക്കല്ലേ. വേനൽക്ക് മഴ ഉണ്ടായിരുന്നില്ല. മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങളെ അയക്കുന്നു. നമ്മൾ സാരം ഇവിടെ പിന്നെന്താ പറയുക, എന്തൊരു ന്യൂനമർദ്ദം, അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് മഴ ഉണ്ടാവും. അല്ലാതെ അറബിക്കടലിൽ കുറേ നീരാവി ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് പിന്നെ വേണ്ടത് അതൊക്കെ സ്വാഭാവികമായിട്ട് കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹ് പറഞ്ഞു അൻസല മിനസ്സമാ ഇമാൻ, ആകാശത്തു നിന്ന് അള്ളാഹ് വെള്ളം ഇറക്കുന്നുണ്ട്. ഇതിപ്പോൾ ശാസ്ത്രം പറഞ്ഞു വെച്ചാൽ ഇപ്പം അങ്ങനെ നീരാവിയായി പൊന്തിനേക്കാളും കൂടുതൽ വെള്ളം ആകാശത്ത് നിന്ന് വരുന്നുണ്ടെന്നാ. അവിടെ നിന്ന് വരുന്നത് വാൻസല മിനസ്സമാ ഇമാൻ. അതിന് മറുപടി ആകാശത്ത് നിന്ന് അള്ളാഹ് ഇറക്കണമെന്നാണ് വെള്ളം. അപ്പം ആ വെള്ളത്തിലാണ് അള്ളാഹു നിങ്ങൾക്ക്
ജീവിതം വെച്ചിട്ടുള്ളത്. ഇനി മാത്രമല്ല, പിന്നെ ആകാശം സബഅത്തറായിക്കുന്നത് 7 തട്ടുകളായിട്ടാണ് ആകാശമുള്ളത്. 7 തട്ടുകളാണ്. ഭൂമിക്ക് മുകളിൽ ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ വലഖദ് സയ്യന്ന സമാ ദുനിയ ബി മസാബി. അപ്പോൾ ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ ഭൂമിയുടെ നിന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും ഈ മിസ്ബാഹുകൾ കാണാം. അതിനെ വലയം ചെയ്തിട്ടാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ സ്പേസിലൊക്കെ പോയ ആളുകൾ വീഡിയോ യൂട്യൂബ് നോക്കി കാണാൻ കഴിയും. സ്പേസിലൊക്കെ ഇപ്പോൾ ഇതുണ്ടല്ലോ, പിന്നെ സ്പേസിൽ പോയ ആളുകൾ അവിടുന്ന് ഭൂമിയിൽ നോക്കുമ്പോൾ ഉള്ള അവസ്ഥ പിന്നെ യൂട്യൂബ് നോക്കി കാണാൻ കഴിയും. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിപ്പിൻ്റെ മഹത്വവും മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവിയുടെ നിസ്സാരതയൊക്കെ ശരിക്ക് മുകളിൽ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. അവിടുന്ന് ഭൂമി ഇങ്ങനെ ആ സ്പേസിൽ നിന്ന് ഭൂമി നോക്കുമ്പോൾ ചെറിയൊരു ഗോളാണ്. അപ്പം അതിലൊരു ചെങ്ങായി പറയുന്നുണ്ട്, ഇതാണ് അമേരിക്ക. ഭൂമി അവിടെ സ്പേസിൽ നിന്ന് സംസാരിക്കണം. ഇത് അമേരിക്ക, ഇത് ഇന്ത്യ, ഇത് ആഫ്രിക്ക. എന്നാൽ ഓനെ സംബന്ധിച്ചത് ഇങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടെയാണ് അമേരിക്കക്കാർ മൊത്തം ജീവിക്കണം. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരു മനുഷ്യൻ. അപ്പം നമ്മളിപ്പോൾ ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വിരലോണ്ട് ചൂണ്ടിക്കണ ചെറിയൊരു പൊട്ടാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് 130 കോടി ആൾക്കാർ ജീവിക്കണം. ആ 130 കോടിയിൽ ഒരു മനുഷ്യനെ ഞാനും നിങ്ങളൊക്കെ. അപ്പം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു ചെറിയ ഒരു സൃഷ്ടിയാണ് ഭൂമി തന്നെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു നിസ്സാരമായ സൃഷ്ടിയാണിത് ഭൂമി തന്നെ. ആ നിസ്സാരമായ സൃഷ്ടിയായ ഭൂമിയിലെ ഒരു നിസ്സാരമായ സൃഷ്ടിയാണിത് മനുഷ്യൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെ നടത്തം കണ്ടാന്നാ തോന്നുക നമ്മളാണ് നമ്മുടെ പള്ളിയാണ് ഇത് ഉത്തരം താങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഈ ആകാശം ഭൂമിയും ഇപ്പോൾ സി എം മടവൂരാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു. പിന്നെ കൂത്തില്ല. ഇതൊക്കെ അതിലും വലിയ കുഫറുണ്ട്. ഇപ്പോൾ ഹസൻ്റെ പ്രസംഗങ്ങൾ ആ മടവൂരാണ് ഞങ്ങളെ പടച്ചോന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മടിയില്ലടാ. ആയിക്കോട്ടെ, മടിയില്ല വേണ്ട. അതിപ്പോൾ എന്താ കുഴപ്പം ഇവിടെ കേസും കൂട്ടും പോലീസ് അറസ്റ്റ് ചെയ്യൊന്നുമില്ല. പക്ഷെ അള്ളാഹിൻ്റെ അടുക്ക കുടുങ്ങിപ്പോവും. അത്രയും ഇന്നൽ ഇൻസാനിലെ കഫൂർ എന്ന് പറഞ്ഞത് മഹാകാഫിറാണ് മനുഷ്യന്മാർ. അപ്പോൾ യഥാർത്ഥത്തിൽ വലഖദ് ഖലഖ്നാ ഫൗഖക്കും സബഅ തറായിഖ് 7 തട്ടുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒന്നാമത്തെ തട്ടിൻ്റെ അറ്റം തന്നെ മനുഷ്യൻ കണ്ടിട്ടില്ല. വലഖദ് സയ്യന്ന സമാ ദുനിയ ബി മസാബി. ഈ മിസ്ബാഹുകളെ കൊണ്ടാണ് ഒന്നാം ആകാശത്തെ അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ മനുഷ്യന്മാർക്ക് അറ്റം കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വലുപ്പം എത്രയായിരിക്കും? അതിനേക്കാൾ വലിപ്പമുണ്ട് അള്ളാഹുവിൻ്റെ അർശിന്. അള്ളാഹുവിൻ്റെ അർശിനേക്കാൾ വലിപ്പമുണ്ട് പടച്ചോന്. അതാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ആലോചിക്കും, മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്ര നിസ്സാരനാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ എത്ര നിസ്സാരനാണ്. ഇനി മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഈ ആകാശത്തു നിന്നാണ് അള്ളാഹ് ശിക്ഷ ഇറക്കുക. ശിക്ഷകളൊക്കെ വരുന്ന ആകാശത്തു നിന്നാണ്. അതേപോലെ തന്നെ ഇടിയും മിന്നലും. അപ്പോൾ ആകാശത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ആകാശത്തിലാണ് സൂര്യനുള്ളത്, ചന്ദ്രനുള്ളത്, നക്ഷത്രങ്ങളുള്ളത്. സൂര്യനുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ നിസ്കാരം ആണല്ലോ. ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞ ഡേറ്റുകൾ, തീയതികൾ. പിന്നെ നക്ഷത്രങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ്റെ യാത്രകൾ. ഒബിൻ നുജൂമി ഒഹ്മെഹ്തദ് എന്ന് പറഞ്ഞത് നക്ഷത്രം. ഇപ്പോൾ പണ്ടൊക്കെ പിന്നെ ഇപ്പം ഇന്നും ഈ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പിന്നെ എന്താ പറയുക, ദേശാടന പക്ഷികളുണ്ടല്ലോ, ദേശാടന പക്ഷികൾ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട്, അവർക്ക് ഈ GPS സംവിധാനമൊന്നും ഇല്ലല്ലോ, അവരിങ്ങനെ കറക്റ്റ് സംവിധാനം ഈ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ്. പണ്ട് കാലത്ത് ബോട്ടുകളും അതുപോലെ തന്നെ കപ്പലുകളും സഞ്ചരിച്ച് എങ്ങനെയായിരുന്നു? ഒബിൻ നജ്മി, നക്ഷത്രങ്ങൾ. പിന്നെ ഈ കടലിലൊക്കെ അകപ്പെട്ട ആളുകളൊക്കെ നക്ഷത്രങ്ങൾ നോക്കിയപ്പോൾ, നമുക്ക് നക്ഷത്രം നോക്കിയാൽ അങ്ങനെ അന്തം കിട്ടില്ലെങ്കിലും ഇതറിയുന്ന ആൾക്കാർക്ക് അതിൻ്റെ സ്പേസും അതിൻ്റെ പിന്നെ ദിശകളും മനസ്സിലാക്കുക. അപ്പോൾ ഈ ദേശാടന പക്ഷികൾക്ക് കിലോമീറ്ററുകളോളം, ആയിരക്കണക്കിന് 10,000-കണക്കിന് കിലോമീറ്ററുകളൊക്കെ പിന്നെ ഇപ്പോൾ സാൽമൺ മത്സ്യരടക്കമുള്ള മത്സ്യങ്ങളും അതുപോലെ തന്നെ പറവകളുമൊക്കെ ഈ നക്ഷത്രങ്ങളുടെ ദിശ നോക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആകാശത്തുള്ള അത്ഭുതങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കാണുന്ന ചെറിയൊരു പൊട്ടാണെങ്കിൽ അത് ഭൂമിയേക്കാളും എത്രയോ വലിപ്പമുണ്ട് ആ നക്ഷത്രങ്ങൾക്കൊക്കെ. ആ ഒരു നക്ഷത്രം ഇങ്ങോട്ട് വീണാൽ ഭൂമി എന്നെല്ലാം മൊത്തം തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെയും പടച്ചവനാണ് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
അപ്പം നിങ്ങൾ ആലോചിച്ച് ഈ മുസ്ലിം മടവൂരാണ് ഈ മുദബ്ബറുൽ ആലെന്നൊക്കെ പറഞ്ഞ് എത്ര വലിയ കുഫറാണ്. കാരണം ഈ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളൊക്കെ ഈ ആലമിൽപ്പെട്ടാണല്ലോ, അല്ലേ? ഈ ചെങ്ങായിക്ക് സ്വന്തം ശരീരത്തിൻ്റെ ശ്വാസോച്ഛ്വാസം പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കാണ് ഈ ലോകമൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനം ഇവിടെ, അള്ളാഹിന് ഒമാ ഖദറുല്ലാഹ ഖദർ എന്ന് പറയും, അള്ളാഹിനെ കണക്കാക്കേണ്ട പോലെ ഒരു കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാണ്. ഇനി മാത്രമല്ല, പിന്നെ ആകാശത്തെ സംബന്ധിച്ചത് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും ആകാശത്തേക്കാണ് നോക്കുക. കാരണം പിന്നെ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ അതാണ് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമ. കാരണം ഈ എപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വരവും അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്തുമാണ് പ്രവാചകൻ ഈ സമയത്ത് നടത്തുക. അപ്പം ഇങ്ങനെ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഒരു മഹാത്ഭുതമാണ്. ഇതിൻ്റെ അല്ലാഹു പറയുക വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. സൃഷ്ടിപ്പിനെ കുറിച്ച് നാം ഒരിക്കലും അശ്രദ്ധനായിട്ടില്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, കോടാനുകോടി നക്ഷത്രങ്ങൾ ഈ ഭൂപ്രപഞ്ചത്തിലുണ്ട്. ഒരു നക്ഷത്രം മറ്റു നക്ഷത്രത്തെ കൂട്ടിയിടിക്കണില്ല. ഒരു നക്ഷത്രം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കണില്ല. ഒരു നക്ഷത്രം അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിക്കണില്ല. അപ്പം ഭൂമിയും സൂര്യനും ഉള്ള അകലം തന്നെ നോക്കിങ്ങൾ, ഒരു പ്രത്യേക തരം അകലത്തിലാണ് ഭൂമിയും സൂര്യനും സഞ്ചരിക്കുന്നത്. ഭൂമി സൂര്യനേക്ക് അടുത്താലും സൂര്യൻ ഭൂമിയിലേക്ക് അടുത്താലും മനുഷ്യൻ്റെ സഹവാസം, മനുഷ്യൻ്റെ ജനവാസം ഇല്ലാതെ. ഇനി ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുട്ടും പകലും വെച്ചല്ലോ, ഇരുട്ടും പകലും വെച്ചു. ഈ ഇരുളും പകലും ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യന്മാർക്ക്, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, മരങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയില്ല എന്നാണ്. മരങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയും ഇബ്നു ഖയ്യിം പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മരങ്ങൾക്ക് പ്രകാശത്തിൽ നിന്ന്, പിന്നെ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് ഇത് ആഗിരണം ചെയ്യണം. ആഗിരണം ചെയ്തിട്ട് അത് മറ്റു അതിൻ്റെ പിന്നെ ശാഖകളിലേക്ക് മറ്റൊക്കെ അയക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. എന്നാൽ അതിൻ്റെ വർക്കൗട്ട് നടക്കുന്നത് രാത്രി സമയം. അപ്പോൾ ഈ രാത്രി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, ആർക്കും കൂടി വേണം. ഈ മൃഗങ്ങൾക്ക് വേണം, മരങ്ങൾക്ക് വേണം, എല്ലാവർക്കും രാത്രി വേണം. അതുകൊണ്ടാണ് ഈ രാവും പകലും മാറാത്ത സ്ഥലങ്ങളിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, മരങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരിൽ ആയത്തിൽ ഉലുൽ അൽബാബ് എന്നൊക്കെ അള്ളാഹു പറഞ്ഞല്ലോ. രാവും പകലും മാറി മാറി വരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുന്ന ആൾക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞതാണ്. കാരണം മനുഷ്യൻ്റെ ജീവിതവുമായിക്കൊണ്ട് അത്രയും ബന്ധപ്പെട്ടതാണ് ഈ രാവിൻ്റെയും പകലിൻ്റെയും വ്യത്യാസം. അതാണ് ഈ 2-3 ആയത്തുകൾ അള്ളാഹു പഠിപ്പിക്കും. വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിഖ വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലിൻ. അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അനിൽ ഖൽഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അള്ളാഹ് അശ്രദ്ധനല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അള്ളാഹ് അശ്രദ്ധനല്ല, അതുപോലെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടികളെക്കുറിച്ചും എന്തല്ല അശ്രദ്ധനല്ല. അത് സൃഷ്ടിച്ചിട്ടുണ്ട് വിട്ട് പിന്നെ ഓരോ കാര്യം നോക്കില്ല എന്നല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.